𝗙𝗔𝗥𝗘𝗗 പുറത്തിറക്കിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് വാച്ച് 𝗙𝗔𝗥𝗘𝗃 ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ബ്ലൂടൂത്ത് 5.2 വേർഷനിൽ വരുന്ന ഈ ഒരു വാച്ച് ഉപയോഗിച്ച് നമുക്ക് കോൾസ് ചെയ്യാനും കോൾസ് പിക്കപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. 1.65 LCD TFT ഡിസ്പ്ലേയോട് കൂടി വരുന്ന ഒരു വാച്ചാണ്. മാത്രമല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയാണ് ഈ ഒരു വാച്ച് വരുന്നത്. അപ്പോൾ ഈ ഒരു വാച്ച് 10,999 ആണ് ഇതിൻ്റെ ആക്ച്വലി MRP വരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇൻട്രൊഡക്റ്റീവ് ഓഫറായിട്ട് 1,799 വാങ്ങിക്കാനായിട്ട് കിട്ടും. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു പക്ഷേ ഇതിൻ്റെ പ്രൈസ് അപ്പായേക്കാം. അപ്പോൾ ഈ ഒരു വാച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനാവശ്യമായ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ പിറകിൽ കാണുന്നത് ഈ ഒരു സ്ക്രീനിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ഡീറ്റെയിൽ ആണ്. അപ്പോൾ കീപ്പ് ഓൺ ഡീൽസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ഓഫേഴ്സ് എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ 𝗙𝗔𝗥𝗘𝗃 കൂടുതൽ ഡീറ്റെയിൽസ് വളരെ ക്വിക്കായിട്ട് കാണാം. ബോക്സിന് പുറത്ത് 𝗙𝗔𝗥𝗘𝗃 ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. വാച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഫീച്ചേഴ്സ് ഏറ്റവും മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മോഡൽ നെയിം ഇതേപോലെ 𝗙𝗔𝗥𝗘𝗃 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. 𝗙𝗔𝗥𝗘𝗃 ഡിസൈൻ കണ്ടില്ല, എപ്പോഴും ഈ ഒരു ടൈപ്പിലാണ് വരുന്നത്. 𝗙𝗔𝗥𝗘𝗃 ബ്രാൻഡിങ് കാണാൻ പറ്റും. പിന്നെ നമുക്കിവിടെ അവരുടെ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ബ്രാൻഡ് അംബാസഡർ नीरज ചോപ്രയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സൈൻ കാണാൻ പറ്റും. വാച്ചിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം പിറകിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് ഉണ്ടാവും. പിന്നെ പ്രൈസ് ഡീറ്റെയിൽസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ 2 വശത്തും നമുക്ക് വാച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. नीरज ചോപ്രയാണ് 𝗙𝗔𝗥𝗘𝗃 ബ്രാൻഡ് അംബാസഡർ. അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചറൊക്കെ കാണാൻ പറ്റും. വാച്ചിൻ്റെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് വാച്ചിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പെട്ടെന്ന് തന്നെ നമുക്ക് നോട്ട് ചെയ്യുന്നതിനായിട്ട് ഇതേപോലെ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. ഒരു വശത്ത് മാത്രമല്ല, ഈ ഒരു വശത്തേക്ക് വന്നാലും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 𝗙𝗚𝗃 എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വാച്ച് സെറ്റപ്പ് ചെയ്യേണ്ടത്. ആപ്പ് സ്റ്റോറിലും അതുപോലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും നമുക്ക് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ ഔട്ട്ലുക്കിനെ പറ്റി പറയാനുള്ളത്. ബോക്സിനുള്ളിൽ നമുക്ക് കിട്ടുന്നത് ഇത്തരത്തിലൊരു ചാർജിങ് കേബിൾ കിട്ടുന്നുണ്ട്. മാഗ്നറ്റിക് ചാർജിങ് കേബിളാണ്. ഇതൊരു റഗ്ഗർ ഡിസൈനിൽ വരുന്നത് കൊണ്ട് ചാർജർ ഇത്തരത്തിലാണ് വരുന്നത്. സാധാരണ നോർമൽ സ്മാർട്ട് വാച്ചസിൽ ഇത്തരത്തിലുള്ള ചാർജർ നമുക്ക് വളരെ റെയർ ആയിട്ടേ കാണാൻ പറ്റുകയുള്ളൂ. ഈ ഒരു പോർട്ടിലേക്കാണ് നമ്മൾ വാച്ച് ഇറക്കി വെക്കേണ്ടത്. എന്നിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ചാർജ് ചെയ്യുന്ന പിന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ കിട്ടുന്നത് കുറച്ച് സ്റ്റിക്കർ വർക്ക്സ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു വാറണ്ടി കാർഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസർ മാനുവലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ യൂണിറ്റ് തന്നെയാണ്. ഇതാണ് 𝗙𝗔𝗥𝗘𝗃 സ്മാർട്ട് വാച്ച്. അപ്പോൾ ഒരു റഗ്ഗഡ് ഡിസൈനിലാണ് ഈ ഒരു വാച്ച് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സ്റ്റിക്കർ ഒന്ന് പീൽ ഓഫ് ചെയ്യണം. വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈനോട് കൂടിയാണ് ഈ ഒരു വാച്ച് വരുന്നത്. ഒരു റഗ്ഗഡ് ടൈപ്പിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ കോളേജിലൊക്കെ പോകുന്ന ആളുകൾക്കെല്ലാം വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാച്ച് തന്നെയാണ്. കോളേജിൽ പോകുന്ന ആളുകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു മികച്ച മോഡൽ തന്നെയാണ്. അതും ബഡ്ജറ്റ് പ്രൈസിലാണ് ഈ ഒരു വാച്ച് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈനിലാണ് ഈ ഒരു വാച്ച് വരുന്നത്. ഇതിൻ്റെ ബോഡി മെറ്റീരിയൽ ഒരു സിങ്ക് അലോയ് അതുപോലെ പോളി കാർബണേറ്റ് ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ്. 20 mm ഒരു സിലിക്കൺ സ്ട്രാപ്പാണ് നിങ്ങൾക്കിത് കാണാനായിട്ട് പറ്റുക. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ജെറ്റ് ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ്. നിങ്ങൾക്ക് മറ്റ് 2 എക്സ്ട്രാ കളേഴ്സിലും ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു സ്ട്രാപ്പ് ഞാൻ നോക്കുന്ന സമയത്ത് നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് സ്ട്രാപ്പ് എല്ലാം വരുന്നത് കേട്ടോ. ഇതിൻ്റെ സ്ട്രാപ്പായാലും ബക്കിളായാലും എല്ലാം നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ്. അപ്പോൾ ഇത് നമ്മൾ കയ്യിൽ കെട്ടുന്ന സമയത്ത് തന്നെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ക്വാളിറ്റി ഫീൽ കിട്ടുന്നുണ്ട്. വാച്ചിൻ്റെ ഓവറോൾ സ്ക്രീൻ വരുന്നത് 1.65 LCD TFT ഡിസ്പ്ലേ ആണ്. 240x296 പിക്സൽ വരുന്നുണ്ട്. 500 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്സും ഈ ഒരു വാച്ചിൽ വരുന്നുണ്ട്. 3 കളേഴ്സിൽ നമുക്കിത് വാങ്ങിക്കാൻ പറ്റും. ജെറ്റ് ബ്ലാക്ക് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ബീച്ച് ബ്രൗൺ അതുപോലെ TL ഗ്രീൻ ഈ 2 കളേഴ്സും വാങ്ങിക്കാനായിട്ട് കിട്ടും. നമുക്കിവിടെ സൈഡിൽ ഒരു ഫങ്ഷണൽ ബട്ടൺ കാണാനായിട്ട് പറ്റും. ഇൻബിൽട്ട് മൈക്ക് ഉണ്ട്, അതുപോലെ തന്നെ ബിൽറ്റ് ഇൻ സ്പീക്കർ ഉണ്ട്. പിന്നെ നമുക്ക് പിറകിലായിട്ട് വരുമ്പോൾ കുറേ സെൻസേഴ്സ് കാണാനായിട്ട് പറ്റും. പിറകിൽ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സെറ്റപ്പ് വരുന്നത്. 𝗙𝗚𝗃 ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. സെൻസേഴ്സ് എല്ലാം ഇതിനുള്ളിലുണ്ട്. ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ പിന്ന് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചാർജറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജായിട്ട് കിട്ടുന്നതാണ്. ബാറ്ററി ലൈഫിനെ പറ്റി പറയുമ്പോൾ ഏകദേശം 7 days നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ഇനി ബ്ലൂടൂത്ത് കോളിംഗ് നിങ്ങൾ ഹെവി ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പരമാവധി 2 ദിവസം വരെ മാത്രമേ നിങ്ങൾക്ക് ബാറ്ററി സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. IP67 റേറ്റിംഗ് വരുന്നത് കൊണ്ട് തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. വലിയ ആഴത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കയറുമായിരിക്കും. പക്ഷേ 1 മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഇനി മഴയത്തൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും വലിയ ഇഷ്യൂ ഇല്ല. കാരണം IP67 റേറ്റിംഗ് ആണ് ഈ ഒരു വാച്ചിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അല്പം വാട്ടർ ആയാൽ പോലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളിത് ഉപയോഗിച്ച് വളരെ ഡെപ്തിലേക്കൊന്നും പോകരുത്. അതായത് 1 മീറ്റർ വരെയൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. പക്ഷേ അതിൽ കൂടുതൽ ആഴത്തിലേക്കൊക്കെ നിങ്ങൾ ഒരു വാച്ച് വെച്ച് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഡാമേജ് ഒക്കെ സംഭവിച്ചേക്കാം. വാച്ച് വാങ്ങിച്ച ശേഷം അത് സെറ്റപ്പ് ചെയ്യുന്നതിനായിട്ട് ഫോണിൽ ക്യാമറ ആപ്പ് ഇതേപോലെ ഓപ്പൺ ചെയ്യുക. ബോക്സിന് പുറകിലായിട്ട് നമുക്ക് ഇതേപോലെ QR കോഡ് കാണാൻ പറ്റും. അത് ഇതേപോലെ ഒന്ന് സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി.
സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഡിറ്റക്റ്റ് ആയിട്ട് വരും. ഇതിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും നമുക്കിതിൻ്റെ ആപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിതേപോലെ നമ്മുടെ ഡിവൈസ് കാണാനായിട്ട് പറ്റും. 𝗙𝗪𝗏 എന്നത് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. ആപ്പിൻ്റെ ഇൻ്റർഫേസിൽ നമുക്ക് കുറേ ഡീറ്റെയിൽ കാണാനായിട്ട് പറ്റും. സ്റ്റെപ്സ് കൗണ്ട് ഉണ്ട്, സ്ലീപ്പ് മോണിറ്റർ ഉണ്ട്, പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ട്, ബ്ലഡ് പ്രഷർ കൗണ്ട് ഉണ്ട്, ബ്ലഡ് ഓക്സിജൻ കൗണ്ട് ഉണ്ട്, ഔട്ട്ഡോർ റണ്ണിങ് ഉണ്ട്. അങ്ങനെ കുറേ ഡീറ്റെയിൽ കാണാം. പിന്നെ നമുക്ക് ആപ്പ് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറേ തരത്തിൽ പെയറിംഗ് റിക്വസ്റ്റ് ഒക്കെ വരും. അതെല്ലാം നമ്മൾ എനേബിൾ ചെയ്യണം. പിന്നെ ഈ ഒരു ബ്ലൂടൂത്ത് കോളിംഗ് സൗകര്യം എനേബിൾ ചെയ്യുന്നതിന് നിങ്ങൾ കോൾ സൗകര്യം എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നോട്ടിഫിക്കേഷൻ എലോ ചെയ്ത് കൊടുക്കണം. എങ്കിലേ നമുക്ക് വാച്ചിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കോൾസിൻ്റെ അതുപോലെ മെസ്സേജസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടുന്നതിനായിട്ട് വാച്ചിൽ ഇതേപോലെ താഴേന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്താൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ആപ്പിൽ കിട്ടുന്നത് നമ്മുടെ കുറച്ച് ബേസിക് ഡീറ്റെയിൽ കൊടുക്കണം. വാച്ച് ഫേസസ് നമുക്ക് ഇതിലൂടെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം 300ഓളം വാച്ച് ഫേസസ് നമുക്കിതിൽ എനേബിൾ ചെയ്യാൻ പറ്റും. ഡിഫോൾട്ടായിട്ട് കുറച്ച് വാച്ച് ഫേസസ് ഉണ്ട്, ഏകദേശം 8ഓളം വാച്ച് ഫേസസ് ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കസ്റ്റം വാച്ച് ഫേസും ഇതിലേക്ക് ആഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ നോട്ടിഫിക്കേഷൻ സെറ്റിങ്സിൽ കുറേ ഡീറ്റെയിൽ കാണാൻ പറ്റും. ഫോൺ കോൾസ്, മെസ്സേജസ്, ഫേസ്ബുക്ക്, ഇതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നമുക്ക് വാച്ചിൽ കിട്ടുന്നതിനായിട്ട് ഇത് എനേബിൾ ചെയ്ത് തരണം. അപ്പോൾ താഴെ അതേഴ്സ് എന്ന് പറഞ്ഞ് മറ്റൊരു കാറ്റഗറി ഉണ്ട്, അതുകൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വാച്ചിൽ കിട്ടും. പിന്നെ അലാം സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഷട്ടർ, അതായത് വാച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫേവറേറ്റ് കോൺടാക്ട്സ് നിങ്ങൾക്കറിയാം, ഇതിലേക്ക് കോൺടാക്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് കോൾസ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇതിലൊന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്താൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ നമ്പേഴ്സും കാണിക്കും. ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ സെലക്ട് ചെയ്യുക, എന്നിട്ട് കൺഫേം അടിച്ചു കൊടുക്കുക. എന്നിട്ട് താഴെ കൺഫേം എന്ന് കാണാം. ഇതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ വാച്ചിലേക്ക് ആ ഒരു കോൺടാക്റ്റ് ഇതേപോലെ ആഡായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഫോൺ എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ ഇതിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഫൈൻഡ് മൈ ഡിവൈസിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഇതേപോലെ റിങ് ആവും. കണ്ടില്ലേ, ഫോൺ ഇങ്ങനെ റിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറഞ്ഞ ഫീച്ചർ അതാണ്. ഫോൺ എവിടെയെങ്കിലുമൊക്കെ മറന്നു വെച്ചാലൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. പിന്നെ നമുക്കിതിൽ സെറ്റിങ്സ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് മോഡ്സ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ മോഡിലാണുള്ളത്. സൈലൻറ്റിലേക്ക് മാറ്റാം, വൈബ്രേഷൻ മോഡിലേക്ക് മാറ്റാൻ പറ്റും. സെറ്റിങ്സിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഡിസ്പ്ലേ മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ കോൾ അലർട്ട് സെറ്റ് ചെയ്യാം. പിന്നെ DND മോഡുണ്ട്, ലോ പവർ മോഡിലേക്ക് മാറ്റാം. ഈ ഫോൺ നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചാലേ നമുക്ക് കോൾസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. പിന്നെ ഓഡിയോ ബ്ലൂടൂത്ത് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫോൺ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സിസ്റ്റം കാണാം, എബൌട്ട്, ഇത്രയുമാണുള്ളത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മെനുവിലേക്ക് ക്വിക്കായിട്ട് ചെല്ലാനായിട്ട് പറ്റും. കുറേ മെനു കാണാൻ പറ്റും. ഇതിലേക്കെല്ലാം പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് ആക്ടിവിറ്റി മോഡിലേക്ക് പെട്ടെന്ന് ചെല്ലാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് സ്ലീപ്പ് മോണിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ട്, പിന്നെ ബ്ലഡ് പ്രഷർ കൗണ്ട് ഉണ്ട്. പിന്നെ ഓക്കെ, നമുക്കിങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് SpO2 മെഷർമെൻറ്റ് കാണാൻ പറ്റും. സ്ട്രെസ് മോണിറ്റർ ഉണ്ട്, പിന്നെ വെതർ ഡീറ്റെയിൽ കാണാം. പിന്നെ നമുക്ക് ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓക്കെ, നമ്മുടെ അത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വിൻഡോയിലേക്ക് പെട്ടെന്ന് ചെല്ലാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. മ്യൂസിക് മാനേജ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഈ ഒരു ഐക്കണിൽ ടാപ്പ് ചെയ്യുക, എന്നിട്ട് പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഫോണിൽ മ്യൂസിക് പ്ലേ ചെയ്യും. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ ടാപ്പ് ചെയ്താൽ മതി. UI ഒക്കെ വളരെ സ്മൂത്താണ് കേട്ടോ. നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ചേഞ്ച് ആകും. പ്രീവിയസ് ട്രാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ ടാപ്പ് ചെയ്യാം. വാച്ചിൻ്റെ ഓവറോൾ ഡിസൈനെ പറ്റി പറയുമ്പോൾ ഈ ഒരു റഗ്ഡ് ടൈപ്പ് ഡിസൈൻ്റെ ആ ഒരു വർക്ക് നമുക്ക് ഈ ഒരു സ്ട്രാപ്പിലേക്ക് പോലും ഇതേപോലെ വന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിൽ റഗ്ഡ് ടൈപ്പ് വാച്ച് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്മാർട്ട് വാച്ചാണിത്. ഇനി നമുക്കിതിൻ്റെ കോൾ ഫീച്ചർ ഒന്ന് നോക്കാം. കോൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഈ ഒരു മെനുവിലേക്ക് ചെന്നു. ഇവിടെ നമുക്ക് റീസെൻറ്റ് കോൾസ് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ഡയൽ പാഡ് ഉണ്ട്, കോൺടാക്ട്സ് ഉണ്ട്. കോൺടാക്ട്സിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി 2-3 നമ്പേഴ്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് നമ്പറിലേക്കാണോ നിങ്ങൾക്ക് വിളിക്കേണ്ടത് ആ ഒരു നമ്പറിലൊന്ന് ടാപ്പ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ കോൾ ഇനീഷ്യേറ്റ് ആകും. ഇപ്പോൾ നമ്മൾ ഈ ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാച്ചിലാണ് ഇതിൻ്റെ സംസാരം വരിക, കാരണം ഈ ഒരു ബട്ടൺ നമ്മൾ സ്വാപ്പ് ചെയ്താൽ ഫോണിലേക്ക് പോകും. അഞ്ജു, ഞാൻ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽ നോക്കിയിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തപ്പം വെയിറ്റ് ലിസ്റ്റ് 6/28 ഇപ്പം അത് 25 ആയിട്ടുണ്ട്. അപ്പോൾ കുറയുന്നുണ്ട്, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. എവിടെയല്ലേ? ആയിക്കോട്ടെ, എന്നാൽ ശരി കേട്ടോ. ഓക്കെ. പേര് ബട്ടൺ മ്യൂട്ട് ആക്കുന്നതിനുള്ള ബട്ടണാണ് നിങ്ങൾ കണ്ടത്. പിന്നെ മിഡിലായിട്ട് വരുന്നത് കോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാം. വാച്ചിൽ നിന്ന് സംസാരിക്കണം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഫോണിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനുള്ള ഓപ്ഷനാണ്. പിന്നെ ലാസ്റ്റ്ലി കണ്ടത് ആ ഒരു സ്പീക്കറിൻ്റെ, അതായത് ലൗഡ് സ്പീക്കർ ചെയ്യാനുള്ള ഓപ്ഷനാണ് കണ്ടത്.
അപ്പോൾ ആ ഒരു രീതിയിലാണ് കോൾസ് മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ റീസെൻറ്റ് കോൾസ് ബട്ടൺ ടാപ്പ് ചെയ്താൽ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത കോൾ ഇതേപോലെ കാണാൻ പറ്റും. പിന്നെ നമുക്കിതിൽ ഡയൽ പാഡ് ഉണ്ട്, നമുക്ക് റാൻഡമായിട്ട് ഏത് നമ്പറിലേക്ക് വേണമെങ്കിലും വിളിക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് കോൺടാക്റ്റ് ഫീഡ് ചെയ്യേണ്ടതില്ല, നമ്പർ ഇങ്ങനെ ഡയൽ ചെയ്യാനാണെങ്കിൽ ഇതേപോലെ ഡയൽ ചെയ്തുകൊണ്ട് കോൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഫോൺ വിളിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ വാച്ച് കയ്യിൽ ധരിച്ചുകൊണ്ട് കോൾ പിക്ക് ചെയ്യാനും അതുപോലെ സംസാരിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ഔട്ട്ഡോറിൽ പോകുമ്പോൾ അത് എത്രത്തോളം, അതായത് വളരെ നോയ്സി ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ എത്രത്തോളം നമുക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് തന്നെ നോക്കേണ്ടി വരും. ഒരു ക്യാമറയുടെ സിമ്പിൾ കാണാൻ പറ്റും. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ ടാപ്പ് ചെയ്താൽ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ ഞാനിതിൽ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്താൽ ക്യാമറയിൽ നമുക്ക് ഇത്തരത്തിൽ, അതായത് ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഓൾട്ടിൻ്റെ ആപ്പിൽ ചെന്നിട്ട് ഇതിൽ നമുക്ക് ഷട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ ടാപ്പ് ചെയ്ത് ഇത് ഓൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു വാച്ചിൽ ഇതേപോലെ ടാപ്പ് ചെയ്താൽ ഫോട്ടോ ക്ലിക്ക് ആവും. AI വോയിസ് അസിസ്റ്റൻറ്റ് സൗകര്യം ഇതിലുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് കമാൻഡ്സ് കൊടുക്കാനായിട്ട് പറ്റും. വാട്ട്സ് ദ ഡേറ്റ് ടുഡേ? It's Monday, the 6th of March 2023. ഇതൊക്കെയാണ് ഇതിൻ്റെ ഗെയിംസ്. ഇൻബിൽട്ട് ആയിട്ട് 2-3 ഗെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കളിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഗെയിംസും അവൈലബിൾ ആണ്. സ്മാർട്ട് വാച്ചസ് പലപ്പോഴും ഡാമേജ് ആകാറുള്ളത് നമ്മൾ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ റൂമിലേക്ക് പോകുന്ന സമയത്തൊക്കെ സൈഡിലോ വക്കിലോ ഒക്കെ തട്ടിയിട്ടായിരിക്കും. പക്ഷേ ഇതൊരു ഇമ്പാക്റ്റ് റെസിസ്റ്റൻറ്റോട് കൂടി വരുന്നൊരു വാച്ചാണ്. അതുകൊണ്ട് തന്നെ സൈഡും വക്കൊക്കെ അഥവാ തട്ടിപ്പോയാലും പെട്ടെന്ന് ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല സ്ക്രീന് വരുന്നത് ഈ ഒരു കവറിങ്ങിനുള്ളിലായിട്ടാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ ഇവിടെയും തട്ടിയാൽ ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. 𝗙𝗕𝗂𝗕𝗂 എന്ന ഈ ഒരു കിടിലൻ വാച്ചിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇൻട്രോഡക്റ്റീവ് ഓഫറിൽ വാച്ച് വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഏറ്റവും മികച്ച ഡീലുകളെല്ലാം ആദ്യം ഷെയർ ചെയ്യപ്പെടുന്നത് നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ പിറകിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കും താഴെ തന്നിട്ടുണ്ട്. നല്ലൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. Bye.